ഹായ് എല്ലാ കൂട്ടുകാർക്കും വിദ്യാഭ്യാസത്തിലേക്ക് വീണ്ടും സ്വാഗതം കേട്ടോ. ഇന്ന് നമ്മൾ ഓണം എക്സാമിൻ്റെ കെമിസ്ട്രി ക്വസ്റ്റ്യൻ പേപ്പറാണ് ജസ്റ്റ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്ത് പോകുന്നത്. അപ്പം നമ്മൾ പറഞ്ഞ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇത് കിടപ്പുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ചാനൽ ഇനിയും കാണാത്തവരാണ് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്ത് ചെയ്യണം, ഓടി വന്നിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടണേ. അപ്പോൾ നമുക്ക് ക്വസ്റ്റിലോട്ടൊന്ന് പോയാലോ. ഫസ്റ്റ് വേണ്ട എന്താണ്, വിച്ച് ഐസോട്ടോപ്പ് ഓഫ് കാർബൺ ഈസ് യൂസ്ഡ് ഫോർ ഡിറ്റർമിൻ ദ ഏജ് ഓഫ് ഫോസിൽസ്. നമ്മുടെ എന്താണ് കാർബൺ ഫോസിൽസിൻ്റെ ഏജ് ഡിറ്റർമിൻ ചെയ്യാൻ ആയിട്ട് കാർബണിൻ്റെ ഏത് ഐസോട്ടോപ്പാണ് ഉപയോഗിക്കുന്നത്? കാർബൺ 14 ആണ് അല്ലേ. ദ സയന്റിസ്റ്റ് ഹു ഡിസ്കവേർഡ് ന്യൂട്രോൺ ഈസ് ആരാണ്? ജെയിംസ് ചാഡ്വിക് ആണ് അല്ലേ. ദ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് ഷെയർഡ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ഓക്സിജൻ മോളിക്യൂൾസ് ഈസ് 2 ആണ് കേട്ടോ. അടുത്തെന്താണ്, വിച്ച് ഗ്യാസ് ഗീവ്സ് പ്രോട്ടോൺ ഡ്യൂറിൻ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് യൂസിങ് റേറ്റഡ് കാഥോഡ്. അപ്പോൾ ഏത് ഗ്യാസ് ഉപയോഗിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഹൈഡ്രജൻ ആണ് ഉപയോഗിക്കുന്നത് കേട്ടോ. ഏതാ ഉപയോഗിക്കുന്നത്? ഹൈഡ്രജൻ ആണ്. ഇനി ഫില്ല് ചെയ്യാനാണ് കൊടുത്തേക്കുന്നത്. എന്താണ് കൊടുത്തേക്കുന്നത്? മെൻഡലീഫ് പീരിയോഡിക് ടേബിൾ ഏതാണ്? ആറ്റോമിക മാസിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലേ. അപ്പോൾ മോഡേൺ പീരിയോഡിക് ടേബിൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? ആറ്റോമിക് നമ്പറിൻ്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ. അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. മെറ്റലോയിഡ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്സ്. വാട്ട് ആർ ദ മെറ്റലോയിഡ്സ്? അപ്പോൾ എന്തായിരുന്നു മെറ്റലോയിഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? മെറ്റലോയിഡ്സ് എന്ന് വെച്ചാൽ മെറ്റലുമല്ല നോൺ മെറ്റലും അല്ലാത്തവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മെറ്റലോയിഡ്സ് എന്ന് വിളിക്കുന്നത് കേട്ടോ. റൈറ്റ് 2 എക്സാമ്പിൾസ് ഫോർ ദ മെറ്റലോയിഡ്സ്. അപ്പോൾ നമുക്ക് ഏതൊക്കെ എക്സാമ്പിൾസ് പറയാം? സിലിക്കൺ പറയാം, ജെർമേനിയം പറയാം, ആൻറ്റിമണി പറയാം, അങ്ങനെ കുറേ പേര് പറയാറുണ്ട് അല്ലേ. അപ്പം ജസ്റ്റ് എന്ത് ചെയ്യാം, ഇവിടെ എഴുതി കൊടുക്കാം കേട്ടോ. സിലിക്കൺ കൊടുക്കാം, പിന്നെ ആരെ കൊടുക്കാം? ജെർമേനിയം കൊടുക്കാം കേട്ടോ. ജെർമേനിയം 2 എഴുതാൻ മതി എന്ന് പറഞ്ഞു. 2 എക്സാമ്പിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ആൻ ആറ്റം ഓഫ് 7th ക്വസ്റ്റ്യനിലേക്ക് പോവാണേ. ആൻ ആറ്റം ഓഫ് എലമെൻറ്റ് എക്സ് ഹാസ് 16 ഇലക്ട്രോൺസ്. അപ്പോൾ സിമ്പിൾ കറക്റ്റ് അല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. റൈറ്റ് ദ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ദിസ് എലമെൻറ്റ്. സിമ്പിളാണ് അല്ലേ. ഇത് എത്ര ഇലക്ട്രോൺസ് ഉണ്ട്? 16 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ എങ്ങനെ വരിക? 2, 8, 6 എന്ന് വരും അല്ലേ. നെക്സ്റ്റ് ഫൈൻഡ് ഔട്ട് ദ ഗ്രൂപ്പ് ആൻഡ് പീരീഡ് ഓഫ് ദ എലമെൻറ്റ്. സിമ്പിളാണ് അല്ലേ. പീരീഡ് എത്രയായിരിക്കും വരുന്നത്? എത്ര ഷെല്ലുണ്ടെന്ന് എണ്ണി നോക്കിയാൽ മതി. എത്ര ഷെല്ലുണ്ട്? 3 ഷെല്ലാണ്. ഇനി ഗ്രൂപ്പ് എത്രയായിരിക്കും വരുന്നത്? അവസാനത്തെ ഷെല്ലിൽ 6 ആയതുകൊണ്ട് തന്നെ എത്ര വെച്ച് ആഡ് ചെയ്യേണ്ടതുണ്ട്? 10 വെച്ച് ആഡ് ചെയ്യേണ്ടതുണ്ട് അല്ലേ. സോ ഗ്രൂപ്പ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 16 ആയിരിക്കും. അടുത്തത് ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഷോ സിമിലർലി ഇൻ പ്രോപ്പർട്ടീസ് ഇൻ ദ ഗ്രൂപ്പ് ആസ് വെൽ ആസ് ഇൻ ദ പീരീഡ്സ്. എക്സ്പ്ലെയിൻ ദ റീസൺ. എന്തുകൊണ്ടാണ് ഇവർ ഒരേ പ്രോപ്പർട്ടീസും എല്ലാം ഒരേപോലെ സിമിലാരിറ്റി കാണിക്കുന്നത് എന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താണ് കാണിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്? എന്താണ്? ട്രാൻസിഷൻ എലമെൻറ്റ്സ് ഇൻ ദ സെയിം പീരീഡ് ഹാവ് ദ സെയിം നമ്പർ ഓഫ് ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ. അപ്പോൾ ഇതിൻ്റെ അവസാനത്തെ ഷെല്ലിലെ ഇലക്ട്രോണുകളുടെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. അതുകൊണ്ടാണ് ഇവരെല്ലാം സെയിം ആയിട്ട് കാണിക്കുന്നത് കേട്ടോ. ഇനി 9ാമത്തെ എന്താണ്? ദ സിമ്പിൾസ് ഓഫ് സം എലമെൻറ്റ്സ് ആർ ഗിവൺ. അപ്പോൾ കുറച്ച് എലമെൻറ്റ്സിൻ്റെ സിമ്പിൾസ് താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നോക്കിയാലോ. ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? സെലക്ട് ദ പെയർ ഓഫ് ഐസോ ബാർ ഫ്രം ദ ഗ്രൂപ്പ്. അപ്പോൾ ആദ്യം ഐസോ ബാർ എന്ന് പറയുമ്പോൾ തന്നെ ആലോചിച്ചോളാം, ആറ്റോമിക് നമ്പർ ആണോ മാസ് നമ്പർ ആണോ സെയിം എന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ചോളാം കേട്ടോ. അപ്പോൾ എന്താ സെയിം? മാസ് നമ്പർ ആണ് കേട്ടോ. മാസ് നമ്പർ മുകളിൽ കിടക്കുന്ന ആളാണല്ലേ. സോ ഇത് രണ്ടുമാണ് സെയിം. റൈറ്റ് ദ റീസൺ ഓഫ് സെലക്ടിങ് ദിസ് പെയർ. എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത് സെലക്ട് ചെയ്യാൻ കാരണം? മാസ് നമ്പർ ഈസ് സെയിം. മാസ് നമ്പർ എന്ന് പറയുന്നത് എന്താണ്? സെയിം ആണ്. അപ്പോൾ ഇവിടെ എഴുതി കൊടുത്താൽ മതി കേട്ടോ. സിമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് അല്ലേ. മാസ് നമ്പർ എന്താണ്? സെയിം ആണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? സെലക്ട് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് അയോണിക് കോമ്പൗണ്ട്സ് ഫ്രം ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്. ഇതിൽ നിന്ന് ഏതൊക്കെ ക്യാരക്ടറാണ് അയോണിക് കോമ്പൗണ്ട്സിന് വരുന്നതെന്ന് ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ മൊത്തം വായിച്ച് വെറുതെ ടൈം കളയുന്നില്ല. സോ ഏതൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ എയും സിയുമാണ് കേട്ടോ. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഒന്ന് വായിച്ച് നോക്കിയാൽ മതി കേട്ടോ. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവേ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ എന്താ ചോദിച്ചേക്കുന്നത്? സം ദ ഒബ്സർവേഷൻ ഓഫ് റദർഫോർഡ് ഗോൾഡ്ഫോയിൽ എക്സ്പെരിമെൻറ്റ് ആർ ഗിവൺ. റൈറ്റ് ദ അസംഷൻ അറൈവ്ഡ് അറ്റ് ദ ഫ്രം ദസ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് ഈ എക്സ്പെരിമെൻറ്റിൽ നിന്ന് നിങ്ങളുടെ ഒരു ഓക്കെ. നെക്സ്റ്റ് അടുത്തതിലേക്ക് പോവാം അല്ലേ. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. സം ഓഫ് ദ ഒബ്സർവേഷൻ ഓഫ് റദർഫോർഡ് ഗോൾഡ്ഫോയിൽ എക്സ്പെരിമെൻ്റ് ആർ ഗിവൺ. റൈറ്റ് ദ അസംഷൻ അറൈവ്ഡ് അറ്റ് ഫ്രം ദസ് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് വൺ എന്താ? മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ പാസ്ഡ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ അൺഡിഫക്റ്റഡ്. അപ്പോൾ എന്തുകൊണ്ടാണ് അൺഡിഫക്റ്റഡ് ആയിട്ട് പോകാനുള്ള കാരണം? എന്താണ്? നമ്മുടെ ആറ്റത്തിൻ്റെ പകുതി ഭാഗം എന്താണ്? എം ടി ആണ് കേട്ടോ. സോ ആറ്റം പാസ് എന്ത് എഴുതിയാൽ മതി? എം ടി എന്ന് എഴുതിയാൽ മതി. അടുത്ത 2ാമത്തെ എന്താണ്? സം ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾ വേർ ഡിഫ്ലക്റ്റഡ് ഫ്രം ദ
ഡിഫ്ലക്റ്റഡ് ബൈ ദ സ്മോൾ ആംഗിൾ എന്തുകൊണ്ടാണ് ഡീവിയേഷൻ ചെയ്യുന്നത്? എന്തുണ്ട്, ഇതിലൊരു പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്, അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഡീവിയേറ്റ് ചെയ്യുന്നത് കേട്ടോ. എ വെരി ഫ്യൂ നമ്പർ ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് ബൗൺസ്ഡ് ബാക്ക്, അവരെന്ത് ചെയ്യുന്നുണ്ട്, തിരിച്ചു വരുന്നുണ്ട് അല്ലേ. അപ്പോൾ എന്താ കാരണം? നമ്മുടെ ഈ ആറ്റത്തിനുള്ളിലുള്ള എല്ലാ പോസിറ്റീവ് ചാർജും ഇതിൻ്റെ സെൻറ്ററിലോട്ട് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, കുറച്ച് മാത്രം തിരിച്ച് പോരുന്നത്. അടുത്തത് 12ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോർമേഷൻ ഓഫ് ദ കോമ്പൗണ്ട് സോഡിയം ക്ലോറൈഡ്. അപ്പം ഇവിടെ കൊടുത്തിട്ടുണ്ട് വിച്ച് ആറ്റം ഡൊണേറ്റ് ഇലക്ട്രോൺ ഇൻ ദ റിയാക്ഷൻ. അപ്പോൾ ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ജസ്റ്റ് ഒന്ന് എഴുതി നോക്കണം കേട്ടോ. എൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എത്രയാണ്? 2, 8, 1 എന്ന് വരും. നെക്സ്റ്റ് അടുത്ത് എത്ര വരുന്നത്? 2, 8, 7 ആണ് വരുന്നത് അല്ലേ. അപ്പം വിച്ച് ആറ്റം ഡൊണേറ്റ്, ആരായിരിക്കും ഡൊണേറ്റ് ചെയ്യുക? ഇവിടെ ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുക്കാൻ ആർക്കാണ് കഴിയുന്നത്? നമ്മുടെ NA ആണ്. സോ NA ആയിരിക്കും വിട്ടുകൊടുക്കുക കേട്ടോ. അടുത്ത ഡ്രോ ദ ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം ദ ഫോർമേഷൻ ഓഫ് എ സോഡിയം ക്ലോറൈഡ്. ഇലക്ട്രോൺ ഡോട്ട് ഡയഗ്രം വരയ്ക്കാനാണ്, സിമ്പിളാണ് കേട്ടോ. ആദ്യം NA വരയ്ക്കുക. ദെൻ ഇതിൻ്റെ മുകളിൽ എന്ത് വരച്ചാൽ മതി? ഒറ്റ ഇലക്ട്രോൺ, അവസാനത്തെ ഷെല്ലിൽ കിടക്കുന്ന ഇലക്ട്രോൺസ് മാത്രം നമ്മൾ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്താൽ മതി കേട്ടോ. ദെൻ ഒരു പ്ലസ് ഇടുക. അടുത്ത ആരാണ്? അടുത്ത Cl ആണ് കേട്ടോ. Clൻ്റെ അവസാനത്തെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ട്? 7 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ ഇവിടെ എത്ര ഇലക്ട്രോൺ വരയ്ക്കണം? 2, 4, 6. ഓക്കെ, ഇവിടെ 2 വരയ്ക്കുക കേട്ടോ. മുകളിൽ നമുക്ക് 1 വരയ്ക്കുക. നിങ്ങൾ വരയ്ക്കുമ്പോൾ നല്ല വൃത്തിക്ക് വരയ്ക്കണേ. ഇവിടെ ഒറ്റ ഇലക്ട്രോൺ മതി കേട്ടോ. ഓക്കെ, ഇതിൽ എത്ര ഇലക്ട്രോൺ വേണം? 7 ഇലക്ട്രോൺ വരണേ. ജസ്റ്റ് ഇതിൻ്റെ അടിയിൽ ഇതിൻ്റെ ഇലക്ട്രോൺ വിന്യാസം എഴുതിയാലും നല്ലതാണ്. ദെൻ വിട്ടു കൊടുക്കുമ്പോൾ NA എന്തായിട്ട് മാറും? പോസിറ്റീവ് ചാർജ് ആയിട്ട് മാറും. Cl എന്തായിട്ട് മാറും? നെഗറ്റീവ് ചാർജ് ആയിട്ട് മാറും കേട്ടോ. അപ്പോൾ ഇവിടെ എത്ര ഇലക്ട്രോൺ ആയിട്ട് മാറി? 2, 8 ആയിട്ട് മാറി. Clൻ്റെ 2, 8, 8 ആയിട്ട് മാറും. NA ഒരു ഇലക്ട്രോണിന് വിട്ടു കൊടുക്കുകയും Cl ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുകയുമാണ് ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. ദ ഐസോട്ടോപ്പ് ഓഫ് ആൻ എലമെൻറ്റ് ഈസ് യൂസ്ഡ് ടു മേക്ക് ഹെവി വാട്ടർ. ഹെവി വാട്ടർ ആയിട്ട് ഏതോ ഒരു എലമെൻറ്റ് ഐസോട്ടോപ്പ് യൂസ് ചെയ്യുന്നുണ്ട്. റൈറ്റ് ദ നെയിം ഓഫ് ദിസ് ഐസോട്ടോപ്പ്. ഏതാണ് ഐസോട്ടോപ്പ് എന്ന് പറയുന്നത്? ഡ്യൂട്ടീരിയം ആണ് കേട്ടോ. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് അടുത്ത് എന്താണ്? റൈറ്റ് ദ നെയിം ഓഫ് അതർ 2 ഐസോട്ടോപ്പ് ഓഫ് ദിസ് എലമെൻറ്റ്. അതിൻ്റെ മറ്റ് ഐസോട്ടോപ്പ് ഏതൊക്കെയായിരുന്നു? ഒന്ന് പ്രോട്ടിയമാണ്. നെക്സ്റ്റ് അടുത്ത് ഏതാണ്? ട്രിഷ്യമാണ് കേട്ടോ. വിച്ച് ഐസോട്ടോപ്പ് എമംഗ് ദസ് ഹാസ് മാസ് നമ്പർ ഈസ് 3. ഏതാണ് മാസ് നമ്പർ 3? ഏതിൻ്റെയാണ്? ട്രിഷ്യത്തിൻ്റെയാണ് കേട്ടോ. ഇനി 14ാമത്തെ ക്വസ്റ്റിലോട്ട് പോവേ. സെലക്ട് സ്റ്റേറ്റ്മെൻറ്റ് നോട്ട് സൂട്ടബിൾ ഫോർ ദ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റ്. അപ്പോൾ മെയിൻ ഗ്രൂപ്പ് എലമെൻറ്റിനെ കുറിച്ച് കാര്യങ്ങൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അതേപടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് അതൊന്ന് വായിച്ച് നോക്കിയാൽ മതി കേട്ടോ. ഇതിപ്പോൾ ഏതൊക്കെയാണ് സൂട്ട് അല്ലാത്തതെന്നാണ് ജസ്റ്റ് ഞാനൊന്ന് അടയാളപ്പെടുത്താം. എയും ഇയും എഫും എന്താണ്? ഇതിന് സൂട്ട് അല്ലാത്ത കാര്യങ്ങളാണ് കേട്ടോ. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ച് നോക്കിയാൽ മതി. അടുത്തത് 15ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ദ ഔട്ടർ മോസ്റ്റ് എം ഷെൽ ഓഫ് ആൻ എലമെന്റ് കണ്ടെയ്ൻസ് 7 ഇലക്ട്രോൺസ്. ഇറ്റ് ഹാസ് 18 ന്യൂട്രോൺസ് ഇൻ ദ ഇസ് ന്യൂക്ലിയസ്. റൈറ്റ് ദ കംപ്ലീറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ഓഫ് ദിസ് എലമെന്റ്. അപ്പോൾ നമ്മളോട് പറഞ്ഞേക്കുന്നത് എം ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ഉണ്ടെന്ന് പറഞ്ഞേക്കുന്നത് 7 ആണ്. സോ അതിൻ്റെ മുന്നത്തെ ഷെൽ ഏതാണ്? L-ആണ്. L എത്ര ഉണ്ടാവും? 2 ഉണ്ടാവും. L-ൽ 8 ഉണ്ടാവും. അതിൻ്റെ തൊട്ട് മുന്നത്തെ ഷെല്ലിൽ എത്ര ഉണ്ടാവുക? 2 ആണ് കേട്ടോ. അപ്പോൾ 2, 8, 7 എന്ന് വരും കേട്ടോ. ദിസ് കോമയാണ്. 2, 8, 7 എന്ന് വരും. റൈറ്റ് ദിസ് ആറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ. ആറ്റോമിക് നമ്പർ എത്രയായിരിക്കും? 17 ആണ് അല്ലേ. ആറ്റോമിക് നമ്പർ 17 വരും. മാസ് നമ്പർ എന്ന് പറയുന്നത് എത്രയാണ് വരുന്നത്? നമ്മുടെ ന്യൂട്രോൺസിൻ്റെ എണ്ണം കൂടെ കൂട്ടിയാൽ മതി. എത്ര വരും? 35 അല്ലെങ്കിൽ 35 വരും കേട്ടോ. ഹൗ മെനി പോസിറ്റീവ് ചാർജ് ആർ ദർ ഇൻ ദ ന്യൂക്ലിയസ് ഓഫ് ദിസ് ആറ്റം? എത്ര പോസിറ്റീവ് ചാർജ് ഉണ്ടാവും എന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ എത്രയാണ്? 17 ഉണ്ടാവും കേട്ടോ. അടുത്തത് 16ാമത്തെ ക്വസ്റ്റിനോട്ട് പോകാം കേട്ടോ. ആസ് ആറ്റോമിക് നമ്പർ ചേഞ്ച് ദ സൈസ് ഓഫ് ആറ്റം ഓൾസോ ചേഞ്ച്. വിച്ച് ആർ ദ ഫാക്ടേഴ്സ് എഫക്റ്റ് ഇൻ ദ സൈസ് ഓഫ് ആൻ ആറ്റം? അപ്പോൾ ഏതൊക്കെ ഫാക്ടേഴ്സാണ് എഫക്റ്റ് ചെയ്യുന്നത്? ഏതൊക്കെ ഫാക്ടേഴ്സാണെന്ന് ചോദിച്ചാൽ ഏതൊക്കെയാണ്? ന്യൂക്ലിയർ ചാർജും പിന്നെന്താണ്? നമ്പർ ഓഫ് ഷെൽസുമാണ് ഇതിനെ എന്ത് ചെയ്യുന്നത്? ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. എഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരുന്നു? ന്യൂക്ലിയർ ചാർജ് ഉണ്ട്, നമ്പർ ഓഫ് ഷെൽസ് ഉണ്ട് കേട്ടോ. അടുത്തെന്താണ്? ഹൗ ഡസ് ദ സൈസ് ഓഫ് ആറ്റം വെരി ഇൻ ദ ഗ്രൂപ്പ് ആൻഡ് പീരീഡ്സ്. അപ്പോൾ ചോദിച്ചേക്കുന്നത് ഗ്രൂപ്പിലും പീരീഡിലും എന്താണ് ആറ്റത്തിൻ്റെ സൈസിന് പറ്റുന്നത്? അപ്പം ഗ്രൂപ്പിൽ എന്താ പറയുന്നത്? മൂവിങ് ഡൗൺ ദ ഗ്രൂപ്പ് ദ സൈസ് ഓഫ് ആറ്റം ഈസ് ഇൻക്രീസ് അല്ലേ. അപ്പം നമ്മുടെ സൈസ് ഓഫ് ആറ്റം എന്താണ്? നമ്മുടെ പീരീഡിലാണെങ്കിൽ എന്താ സംഭവിക്കുന്നത്? മൂവിങ് ഫ്രം ദ ലെഫ്റ്റ് ടു റൈറ്റ് എലോങ് ദ പീരീഡിൽ എന്ത് സംഭവിക്കുന്നു? ഡിക്രീസ് ചെയ്യുന്നു കേട്ടോ. നമ്മുടെ ഗ്രൂപ്പിലാണെങ്കിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ആറ്റത്തിൻ്റെ സൈസ് കൂടുകയും, ഇനി പീരീഡിലാണെങ്കിൽ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ ആറ്റത്തിൻ്റെ സൈസ് എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുകയുമാണ് ചെയ്യുന്നത്.
അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം കേട്ടോ. അനലൈസ് ദ ടേബിൾ ആൻഡ് ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. ABCD തന്നിട്ടുണ്ട് അല്ലേ, ആറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്. പിന്നെ ഏതൊക്കെയാണ് ആറ്റോമിക് നമ്പേഴ്സ് ആണ് തന്നിരിക്കുന്നത്. ഇത് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ ഇലക്ട്രോൺ വിന്യാസം നമുക്ക് ജസ്റ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ജസ്റ്റ് ഒന്ന് എഴുതി വെക്കാം കേട്ടോ. 2 4 ഇവിടെ എത്ര വരും? 2 8 4 എന്ന് വരും അല്ലേ. നെക്സ്റ്റ് അടുത്തത് 2 8 7 എന്ന് വരും. നെക്സ്റ്റ് അടുത്തത് എത്രയാണ്? 2 8 8 1 എന്ന് വരും അല്ലേ. 19 ആയില്ലേ. വിച്ച് ഓഫ് ദ എമംഗ് ദ സെയിം പീരീഡിലുള്ളത് ആരൊക്കെയാണ്? ബിയും സിയുമാണ് സെയിം പീരീഡിലുള്ളത് കേട്ടോ. നെക്സ്റ്റ് അടുത്ത് എന്താണ്? വിച്ച് എലമെന്റ് എമംഗ് ദ എ ആൻഡ് ബി ആസ് എ സ്മോളർ ആറ്റം. ഏതാണ് സ്മോളർ ആറ്റം? എ ആണ് കേട്ടോ. വിച്ച് ഈസ് ദ ഗ്രൂപ്പ് ഓഫ് എലമെന്റ് സി. ഇതിന്റെ എലമെന്റ് സിയുടെ ഗ്രൂപ്പ് നമ്പർ എഴുതാണ്. അപ്പോൾ എലമെന്റ് സിയുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഏതാണ്? 17ാമത്തെ. ലാസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോൺ ആയതുകൊണ്ട് 10 കൂട്ടേണ്ടതുണ്ട്. സോ 17 ആണ്. അപ്പോൾ ഇതിന്റെ ഫാമിലി ഏതാന്ന് ചോദിച്ചിട്ടുണ്ട്. ഏതാ ഫാമിലി എന്ന് പറയുന്നത്? ഏതാണ്? ഹാലജൻസ് ആണ് കേട്ടോ. ഹാലജൻസ് ആണ് ഫാമിലി. ഓക്കെ, ഇനി 18ാമത്തെ ക്വസ്റ്റിനോട്ട് പോവാം അല്ലേ. ആണ് ഒരു എലമെന്റിന്റെ അലുമിനിയത്തിന്റെ എന്ത് കൊടുത്തിട്ടുണ്ട്? ആറ്റോമിക് നമ്പറും മാസ് നമ്പറും കൊടുത്തിട്ടുണ്ട്. ആറ്റോമിക് നമ്പർ 13 ആണ്, മാസ് നമ്പർ 27 ആണ്. റൈറ്റ് ദ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺ ഇൻ ദ എലമെന്റ്. ഇതിന്റെ പ്രോട്ടോണിന്റെയും ന്യൂട്രോണിന്റെയും എണ്ണം എഴുതുക. സിമ്പിൾ ആണ് അല്ലേ. പ്രോട്ടോണിന്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 13 ആണ്. ആറ്റോമിക് നമ്പർ എത്രയാണോ അത് തന്നെയാണ് എന്തിന്റെ എണ്ണം എന്ന് പറയുന്നത്? പ്രോട്ടോൺ. ഇനി ന്യൂട്രോണിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 27ൽ നിന്ന് 13 മൈനസ് ചെയ്താൽ മതി അല്ലേ. അപ്പോൾ എത്ര കിട്ടും? 14 എന്ന് കിട്ടും കേട്ടോ. അടുത്തത് ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ എത്ര വരും? 2 8 3 എന്ന് വരും അല്ലേ. ഇനി ഇതിൻ്റെ ഓർബിറ്റ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് വരയ്ക്കുക? ആദ്യം ഒരു സെൻറ്റർ വരയ്ക്കുക. അതിൽ പ്രോട്ടോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് 13 ആണ്. ന്യൂട്രോണിൻ്റെ എണ്ണം എന്ന് പറയുന്നത് എത്രയാണ്? 14 ആണ് കേട്ടോ. അപ്പോൾ സോ ഇവിടെ പി എഴുതി. ഇവിടെ എന്താണ്? സ്മോൾ ലെറ്റർ പി ആണേ. ഓക്കെ, ദെൻ കെ എന്ന് പറയുന്ന ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ ആണ്? 2 ഇലക്ട്രോൺ വരച്ചു. എല്ലിൽ എത്ര ഇലക്ട്രോൺ വരും? 8 ഇലക്ട്രോൺ വരും കേട്ടോ. എൻ്റെ വര അത്ര ശരിയല്ലേ, നിങ്ങൾ വൃത്തിയായിട്ട് വരയ്ക്കണേ. ഓക്കെ, 4 6 8. ഓക്കെ, ദെൻ അടുത്ത ഷെല്ലിൽ എത്ര? എം എന്ന് പറയുന്ന ഷെല്ലിൽ എത്ര ഇലക്ട്രോൺ വരും? 3 ഇലക്ട്രോൺ വരും കേട്ടോ. നിങ്ങൾ നല്ല കോമ്പസ് ഒക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ട് വരയ്ക്കണേ. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് 9ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ. ജസ്റ്റ് നമ്മൾ ആദ്യം തന്നെ പഠിക്കുന്ന കാര്യമാണ്. 19ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഏതാണ് 19ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്? ഏതാണ്? കാഥോഡ് റേ കാസ്റ്റ് ഷാഡോ. നിങ്ങൾക്ക് അറിയുന്നതാണ് അല്ലേ. കാഥോഡ് റേ വെക്കുമ്പോൾ ഷാഡോ വരുന്നതിനെ കുറിച്ചൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ആദ്യം തന്നെ പഠിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഏതൊക്കെയാണ് ആൻസർ എന്ന് ജസ്റ്റ് അടയാളപ്പെടുത്താം. നിങ്ങൾ കറക്റ്റാണോ എഴുതിയെന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം കേട്ടോ. എ 3ാമത്തതാണ്, ബി എന്ന് പറയുന്നത് 4ാമത്തതാണ്, സി 1ാമത്തതാണ്, ഡി 2ാമത്തതാണ് കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് 20ാമത്തെ. സെലക്ട് ദ സ്യൂട്ടബിൾ നെയിംസ് ഓഫ് ഫാമിലി ഫ്രം ദ ബ്രാക്കറ്റ് ഫോർ ദ സ്റ്റേറ്റ്മെൻറ്റ് ഗിവൺ ബിലോ. അപ്പോൾ ഏതാണ് സ്യൂട്ടബിൾ എന്നുള്ളത് ജസ്റ്റ് ഒന്ന് അടയാളപ്പെടുത്തുക. ഇത് ഞാൻ എന്ന് കൊടുക്കുകയാണ്. ട്രാൻസിഷന്, ആക്ടിനോയിഡ്സ്, നോബിള്, ആൽക്കലി. ലാസ്റ്റ് ഇലക്ട്രോൺ ഫിൽ ഇൻ ദ പെനുൾട്രിമേറ്റ് ഷെല്ല്. അപ്പോൾ ഏതാണ് അവസാനത്തെ ഷെല്ലിൽ വരുന്നത്? അവസാനത്തെ ഷെല്ലിലോട്ട് ഇലക്ട്രോൺ നിറയുന്നത് ഏതായിരുന്നു? അവസാന ഷെല്ലിലേക്ക് ഇലക്ട്രോൺ നിറയുന്നത് ട്രാൻസിഷനാണ് കേട്ടോ. സോ ഇതിന് 7 ആണ്. എ കൊടുക്കാം. യൂഷ്വലി ഡു നോട്ട് ടേക്ക് പാർട്ട് ദ കെമിക്കൽ റിയാക്ഷൻ. കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടാത്ത ആരായിരുന്നു? നമ്മുടെ നോബിൾ ഗ്യാസ് ആണ് അല്ലേ. ദേ ആർ ഗ്രൂപ്പ് 1 എലമെന്റ്സ്. 1ാമത്തെ ഗ്രൂപ്പിൽ പെടുന്ന ആരാണ്? ഡി ആണ് കേട്ടോ. അറേഞ്ച് അറ്റ് ദ ബോട്ടം ഓഫ് ദ പീരിയോഡിക് ടേബിൾ. എവിടെയാണ്? പീരിയോഡിക് ടേബിളിൻ്റെ ബോട്ടത്തിൽ കാണുന്ന ആരാണ്? ആക്ടിനോയിഡ്സ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ എഴുതിയത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യുക. എത്ര മാർക്ക് ഉണ്ടെന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പെട്ടെന്ന് പറയാൻ മറക്കരുത്. കൂടെ നിങ്ങളുടെ എന്തും പറയണം? പേരും പറയണം കേട്ടോ. എന്നാലും നമുക്ക് ആരാന്ന് മനസ്സിലാവുള്ളൂ. ഓക്കെ, താങ്ക് യു.